ഹായ് ഗായ്സ്, അങ്ങനെ നമ്മുടെ പട്ടിക്കൂട്ടൻ പാർട്ട് 3. ഇന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ ഒരാളും കൂടി ഉണ്ട് കേട്ടോ. വേറെ ആരല്ല, നമ്മുടെ സ്വന്തം ചിങ്കം, മൈ ഹസ്ബൻഡ്. എന്നത്തെയും പോലെ ഞാൻ വന്നു. നമ്മുടെ പട്ടിക്കൂട്ടൻ എൻ്റെ പിന്നാലെ വന്നു. ഇപ്പം അവന് പഴയക്കാൾ എന്നോട് ഭയങ്കര സ്നേഹമാണേ. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാം, നമ്മുടെ പട്ടിക്കൂട്ടൻ്റെ അമ്മ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇന്നാൾ പട്ടിക്കൂട്ടൻ്റെ നല്ല പേര് പറഞ്ഞോളൂന്ന്. ഇതാണ് നമ്മുടെ പട്ടിക്കൂട്ടൻ്റെ സ്വന്തം അമ്മ. അവന് ബിസ്ക്കറ്റ് കൊടുത്തു. നേരത്തെ ഞാൻ കാലത്ത് തന്നെ വാങ്ങിച്ച് അവന് കൊടുത്തായിരുന്നു. ചേച്ചിയുടെ കയ്യിൽ ഏൽപ്പിച്ചായിരുന്നു, പക്ഷെ അവനെ കണ്ടില്ലായിരുന്നു. അതുകൊണ്ട് ആ ചേച്ചിനെ ഏൽപ്പിച്ച് തിരിച്ചു വാങ്ങിച്ചു. കാരണം അവൻ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടാണ്ട് എൻ്റെ അടുത്ത് നിന്ന് പോകണില്ല. അപ്പോൾ അവിടെ ഞങ്ങളുടെ ഷോപ്പിൻ്റെ അപ്പുറത്തുള്ള സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞു തുടങ്ങി, മോളെയും കാത്തിട്ട് അവൻ ഈ കടയുടെ അവിടെ ഇരിപ്പാണെന്ന്. എൻ്റെ ഹസ്ബൻഡിന് അത് ഇവനിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഇതെൻ്റെ ഷോപ്പിൻ്റെ താഴെയുള്ള നാളെ ഞാൻ കൃഷ്ണനായിട്ട് ഒരുക്കിയ ഉണ്ണിയുടെ അനിയനാണ്. അപ്പോൾ അവനെ കുറച്ചായിട്ട് എടുത്ത് കൊഞ്ചിച്ചു. അത് കണ്ടിട്ട് ഒരാൾക്ക് സഹിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ വിഷമം തീർക്കാൻ എന്ന വണ്ണം അവനും ഞാനൊന്ന് കൊഞ്ചിച്ചു. എൻ്റെ വർത്തമാനം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുക. അവൻ്റെ അടുത്ത് ഇപ്പോൾ കുറച്ച് കിന്നാരൊക്കെ പറഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങൾ. ഡെയിലി ഇപ്പം എന്നെ കാണാൻ വരും, എൻ്റെ പിന്നാലെ ഒന്നും പോവില്ല. ഞാൻ എന്നും പറയാറില്ല അവന് നല്ല അനുസരണയുള്ള കൂട്ടത്തിലാണ്. ഞാൻ പോയി തിരിച്ചു എന്നെ ഒരാളാരും നിൽപ്പും. ഇപ്പം എൻ്റെ ഡ്യൂട്ടി എൻ്റെ ഹസ്ബൻഡ് ഏറ്റെടുത്തിരിക്കുകയാണ്. അവനിപ്പോൾ ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ ആൾക്കും ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് അവനെ കണ്ടോന്ന് ഷോപ്പിലേക്ക് എത്തുമ്പോൾ. ആളും അങ്ങനെ അവന് ബിസ്ക്കറ്റ് കൊടുത്തു തുടങ്ങി. അപ്പോൾ ഞങ്ങളും അവനും ഭയങ്കര കൂട്ടാണ്. ആ ബംഗാളി ചേച്ചി സമ്മതിച്ചെങ്കിൽ, അതായത് ആ ലോട്ടറി വിൽക്കുന്ന ചേച്ചിയില്ലേ ഇവൻ്റെ അമ്മ, ആൾ സമ്മതിച്ചെങ്കിൽ ഇവനെ ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകായിരുന്നു. പറ്റാത്തത് കൊണ്ടാണ്.